ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കവർച്ച നടന്ന് 58ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഫെബ്രുവരി 14-നാണ് ബാങ്ക് കവർച്ച നടന്നത്. ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണി മാത്രമാണ് കേസിൽ പ്രതി. വിവരങ്ങളുമായി ശരത്ത് ഒങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, വളരെ വേഗത്തിൽ തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രതി ഒരാൾ മാത്രമാണ്. വളരെ കാര്യക്ഷമമായി തന്നെ പോലീസ് അന്വേഷണം നടത്തിയ കേസാണിത്. സുജു, തീർച്ചയായിട്ടും നാടിനെ ഞെട്ടിച്ച എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പിടിയിലായ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ചാ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കവർച്ച നടന്നിട്ട് 58ാം ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പ്രതി മാത്രമാണുള്ളത്. ഫെബ്രുവരി 14-നാണ് ഇത്തരത്തിൽ ബാങ്ക് കവർച്ച നടന്നത്. അതായത് ആശാരിപ്പാറ സ്വദേശിയായിട്ടുള്ള റിജോ ആന്റണി മാത്രമാണ് കേസിൽ പ്രതി. അയാൾ തന്റെ ആഡംബര ജീവിതം നയിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ കടബാധ്യത മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പോട്ട ഫെഡറൽ ബാങ്കിലെത്തി ഉച്ചസമയത്ത് ബാങ്കിൽ ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയ സമയം നോക്കി രണ്ടുപേർ മാത്രമുള്ള സമയത്തെത്തി ഭീഷണിപ്പെടുത്തി പണം കവർന്നത്. ഇതിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ പോലീസ് പ്രതിയെയും പിടികൂടി. അതുപോലെ തന്നെ 58ാം ദിവസം തന്നെ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുകയാണ്. തെച്ചു ശരി, ശരത്ത് ഒങ്ങല്ലൂരാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പോട്ട ബാങ്ക് കവർച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 58 ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്.